ടു മൈ വ്ളോഗ്സ്. ഇതെന്താ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതല്ലേ? ഇന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങോട്ട് നോക്കണമെന്ന് എനിക്ക് ഇനിയിപ്പോൾ കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ കണ്ണാടി നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കും, കാരണം എനിക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടൊന്നും പരിചയമില്ലല്ലോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ വെറുതെ ഇരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി ഞാൻ വീഡിയോ എടുത്തിട്ട് എഗെയിൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന്. ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിക്കുന്നത് ഒരു സൺഡേ എങ്ങനെയാണെന്നുള്ളത് ഷൂട്ട് ചെയ്യാൻ. എനിക്ക് ഇന്നലെ ഓഫായിരുന്നു, അപ്പോൾ ഇന്നലെ കുറേ റെസ്റ്റ് എടുത്തു. ഇന്നലെ വെറുതെ ഇരുന്ന സമയങ്ങളുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു. അതൊരു 11 മണി കണ്ടെന്തോ ആയപ്പോൾ. അത് കഴിഞ്ഞിട്ട് മറ്റേ കുഞ്ചക്കപ്പൻ്റെ ഒരു മൂവി ഇറങ്ങിയല്ലോ, ഓഫീസർ ഓൺ ഡ്യൂട്ടി. അപ്പോൾ ഞാൻ ആ ഫിലിം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് പുറത്ത് പോയിട്ട് ലഞ്ച് കഴിച്ചു. ജസ്റ്റ് ഒന്ന് പോയി മോളിൽ പോയി ഒന്ന് ഔട്ടിംഗ് ഒക്കെ ചെയ്ത്. ഔട്ടിംഗ് മീൻസ് ഞാൻ നെക്സ്റ്റ് മന്ത് നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് പോയിട്ട് എല്ലാം നോക്കി എന്തൊക്കെ മേടിക്കണമെന്ന്. ഞാൻ ഈ പ്രാവശ്യം അങ്ങനെ നാട്ടിൽ പോകുമ്പോൾ ഒന്നും മേടിക്കത്തില്ല. ഞാൻ എൻ്റെ അമ്മയ്ക്ക് എന്താണോ വേണ്ടത് അത് മാത്രം. അമ്മയുടെ അടുത്ത് എന്തെങ്കിലും ലിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും, അമ്മയ്ക്ക് വേണ്ട സാധനം മാത്രം മേടിക്കും. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. എപ്പോഴും ഞാൻ കുറേ സാധനങ്ങൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കുറേ നാട്ടിൽ പോകുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ഇവിടുന്ന് പുറത്തുനിന്ന് നാട്ടിലോട്ട് പോകുന്ന എല്ലാവർക്കും ഉള്ളൊരു ഹാബിറ്റ്, പൈസ കുറേ സാധനങ്ങൾ മേടിക്കുക, ഇവർക്ക്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിക്കുന്നത്, ഞാൻ അമ്മയ്ക്ക് എന്താണോ വേണ്ടത്, എൻ്റെ വീട്ടിലിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ, അപ്പോൾ അമ്മയ്ക്ക് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം മേടിക്കാമെന്ന് വിചാരിക്കുന്നത്. വേറെ ഒന്നും ഞാൻ മേടിക്കുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എന്തൊക്കെയാണ് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ അതൊക്കെ പോയി നോക്കി. ഒന്നും ഞാൻ മേടിച്ചൊന്നുമില്ല ഇന്നലെ. ഞാൻ വിചാരിക്കുന്നു ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പർച്ചേസ് തുടങ്ങാം. അല്ലെങ്കിൽ ഈ മന്ത് എൻഡ് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് ഒക്കെ ആദ്യമൊക്കെ തുടങ്ങാമെന്ന്. അല്ലെങ്കിൽ ഇപ്പം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ സെയിൽസ് വരും, അപ്പം ചെയ്യാമെന്ന് വിചാരിക്കുമോ. അവയെല്ലാം പോയി നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ വന്നിട്ട് ഡിന്നർ ഉണ്ടാക്കി കഴിച്ചു. വേറെല്ലാവരും എന്തോ. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ഡേ ഇന്നലെ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന്. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുറേ കമൻറ്റ്സ് വരാറുണ്ട്. എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് കുറേ കമൻറ്റ്സൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഹോം ഡെക്കോറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ മെസ്സേജ് അയച്ച് എന്തൊക്കെ സാധനങ്ങൾ എവിടെ നിന്നൊക്കെയാണ് മേടിച്ചത്, ഡീറ്റെയിൽ ആയിട്ട് ഒരു റൂം ടൂർ ചെയ്യുമെന്നൊക്കെ ചോദിച്ച്. ഞാൻ തള്ളുമല്ല കേട്ടോ, ശരിക്കും എനിക്ക് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു റൂം ടൂർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യാം. ഞാൻ എവിടെ നിന്നാണ് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തത്, പിന്നെ റൂം എങ്ങനെയാണ് എടുത്തത്, അങ്ങനെ എല്ലാം വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എന്തായിരുന്നു, കുറേ ക്വസ്റ്റ്യൻസ് വരുന്നു. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ ജോബാണ്. ജോബ് ഞാൻ 2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഹൗ ഐ ഗോട്ട് ജോബ് ഇൻ ദുബായ് ആൻഡ് ഞാൻ എങ്ങനെയാണ് ദുബായിൽ എത്തപ്പെട്ടത്, അതൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ കാണാത്തവരൊക്കെ കണ്ടു. പിന്നെ ആ വീഡിയോ ഒക്കെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് അതൊക്കെ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട വീഡിയോസ്. ഞാൻ എല്ലാവരും പറയും എൻ്റെ അടുത്ത് ഡെയിലി കറക്റ്റായിട്ട് വീഡിയോസ് ഇടുമെന്ന്. കുറേ ഫ്രണ്ട്സ് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ എൻ്റെ വോയിസ് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് സജഷൻസ് തന്നിട്ടുണ്ട്. അത് ഞാനൊരു ഹെഡ്ഫോൺ ഒന്നും വെച്ചിട്ടല്ല ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈസിയുടെ സൗണ്ട് ഉണ്ടാവും, പിന്നെ കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഞാൻ പിന്നെ പ്രോപ്പർ ഒരു പ്രൊഫഷണൽ വ്ളോഗറൊന്നും അല്ലാത്തത് കൊണ്ട് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഞാനൊരു വ്ളോഗർ ആവുകയാണെങ്കിൽ അതൊക്കെ എനിക്ക് ഇപ്പോൾ ഇതിൽ പറഞ്ഞ പൈസ കൊടുക്കാം. അല്ലെങ്കിൽ തന്നെ ഞാൻ അൺനെസസറി ആയിട്ട് ഇഷ്ടംപോലെ ക്യാഷ് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷം ഞാൻ ക്യാഷ് വേസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്. പിന്നെന്താ, അപ്പം ഞാൻ നെക്സ്റ്റ് മന്ത് നാട്ടിൽ പോകുന്നുണ്ട്. ലീവൊന്നും അപ്രൂവ് ആയിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ഞാൻ പോകുമെന്നാണ്. വേറെ അപ്പോൾ ഇന്ന് നീ എൻ്റെ സൺഡേ റൊട്ടീൻസ് കാണിച്ചു തരാം. ഞാൻ ഇന്ന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഇത് ഇത്രയും കുറേ ഫുഡൊക്കെ ഉണ്ടല്ലോ എന്ന്. അത് ഞാൻ ചിലപ്പോൾ 2 ദിവസമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഒരാൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ല. അപ്പം ഒരു നോർമൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കും. എന്നിട്ട് 2 ദിവസമായിട്ട് എടുക്കും. ഇല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ കൊണ്ടിട്ട് എൻ്റെ കൊളീഗ്സിന് കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പം ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പല്ല് വെച്ചിട്ടില്ല, ബ്രഷ് ചെയ്യണം. എന്നിട്ട് പോയിട്ട് ഒരു ചായ ഇട്ട് കുടിക്കാം. ഇനിയിപ്പോൾ എന്തിനാണോ എന്താ പറഞ്ഞു നിങ്ങളുടെ ചായയൊക്കെ. എന്നാലും ഒരു ഫോർമാലിറ്റി, രാവിലെ ചായ കുടിക്കണ്ടേ.
വീക്കെൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ, വീക്ക് ഡേയിൽ ഇതൊന്നും ഇല്ല. വീക്ക് ഡേയിൽ ഇപ്പം ഞാൻ പുതിയൊരു റൊട്ടീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക കഴിയുന്നുണ്ട്. ചിയ സീഡോ അല്ലെങ്കിൽ സ്മൂത്തി അങ്ങനെ ലൈക്ക് എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട്. അതിപ്പോൾ കഴിഞ്ഞൊരു വീക്ക് ഫുൾ സക്സസ്ഫുള്ളി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ റെസിപ്പി ചോദിച്ചായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ ഇതിൻ്റെ ഫുൾ ഫോട്ടോസ് എപ്പോഴും ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെസിപ്പി ഷെയർ ചെയ്യാൻ. ഞാൻ നോക്കട്ടെ, ഞാൻ അത്ര പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് ഞാനൊരു റെസിപ്പിയൊക്കെ സെറ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഇടാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പോയിട്ട് ബ്രഷ് ചെയ്യാം, നമുക്ക് പോയിട്ട് ബ്രഷ് ചെയ്യാം. വേറെ എനിക്കൊന്നുമില്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? വേറെ ഒന്നും സംസാരിക്കില്ലാത്തത്. ഇത് ഒരു പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിവേ ബാ, നമുക്ക് ബാക്കി കാണാം. ചെയ്യാം. ഞാൻ രാവിലെ എണീറ്റ് ബെഡെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ബെഡ് നമ്മൾ സെറ്റാക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡേ ഭയങ്കര പോസിറ്റീവ് ആവത്തില്ലേ? അല്ലേ? എനിക്കങ്ങനെയാണ്. എനിക്ക് ബെഡും റൂമും എപ്പോഴും സെറ്റായിട്ട്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, എങ്ങനെയാണ് റൂം ഇത്ര ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തത്? എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് ഞാൻ എപ്പോഴൊക്കെ ഈ റൂമിലുണ്ടോ അപ്പോഴേക്കും ഞാൻ ഇപ്പം തന്നെ വീഡിയോ എടുക്കുന്നതിന് മുന്നേ പോയിട്ട് മിററെല്ലാം ക്ലീൻ ചെയ്ത് എപ്പോഴും ഞാൻ ക്ലീനിങ്ങാണ്. അങ്ങനെ എപ്പം ഞാനിങ്ങനെ നീറ്റല്ലാന്ന് തോന്നുന്നു അപ്പം പോയിട്ട് ക്ലീൻ ചെയ്യും. പിന്നെ ഈ ചെടിയൊക്കെ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറേ കഷ്ടപ്പാടാണ്. ഇന്നലെ ഞാൻ ഇതെല്ലാം മണ്ണെല്ലാം മാറ്റി എല്ലാം വെഗയിൽ ഫില്ല് ചെയ്ത് കുറേ വെള്ളമെല്ലാം ഒഴിച്ച്, കുറേ ചെടിക്കതൊക്കെ വെള്ളം കൂടുതലായിരുന്നു. അപ്പം മണ്ണൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെടിയെല്ലാം നല്ല വളരുന്നുണ്ട്. കണ്ടോ? നമ്മളൊരു ചെടി വെച്ചിട്ട് അതിങ്ങനെ വളരുന്ന കാണുമ്പോൾ അത് ഒരു ഭയങ്കര പ്രത്യേക സന്തോഷമാണ്. എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ വെച്ച എല്ലാ ചെടി ഇങ്ങനെ വളരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ ഓരോ ലീഫ് ഓരോ ഇല ഇങ്ങനെ പുതുതായിട്ട് വരുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ചെടി ഞാൻ മേടിച്ചപ്പോൾ 1 2 3 4 ഞാൻ കാണിച്ചു തരാം. ഈ ചെടി ഞാൻ മേടിച്ചപ്പം ഈ രണ്ട് ലീഫേ ഉള്ളായിരുന്നു. ഇത് പുതിയ വന്ന ഈ ലീഫ് വന്നപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു എന്നോ. അതേപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ അടുത്ത ലീഫ് വരുന്നുണ്ട് അവിടെ. ഇറ്റ് ഈസ് സോ ഹാപ്പി ഫോർ മീ. എന്നിട്ട് ഈ അലോവേറ ജെല്ല് ഞാൻ കുറേ കട്ട് ചെയ്ത് എനിക്ക് എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത്, എന്നിട്ട് അതിനകത്ത് പുതിയ ഇത് വരുന്നുണ്ട്. ഇത് ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇത് ഇവിടെ വളർന്നു മണി പ്ലാന്റ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ചെടി ഇതാണ്, പീസ് ലില്ലി. നിങ്ങൾ ആരെങ്കിലും ഈവൻ ഒരു ചെടി ലവറൊന്നും അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, പ്ലാന്റൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചെടി മേടിച്ചാൽ മതി. ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ശരിക്കും ഇതിന് ഒരു പേരും കൂടി ഉണ്ട്, പീസ് ലില്ലിന്ന്. പീസ് ലില്ലി മേടിച്ച് വളർത്തിയാൽ മതി. അത് നമുക്ക് ബിഗിനേഴ്സിന് പറ്റിയൊരു ചെടിയാണ്. ഞാൻ ഇതിൽ നിന്നാണ് എൻ്റെ ചെടിയോടുള്ള സ്നേഹം, ഞാനൊരു പ്ലാന്റ് ലവറായി മാറിയത് ഈ ചെടി വളർത്തി തുടങ്ങിയിട്ട്. എൻ്റെ ഓഫീസിൽ ഇതൊരെണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഞാനായിരുന്നു ഇന്ന് വെള്ളം ഒഴിക്കുന്നതല്ല. അങ്ങനെ ഞാൻ ഈ ചെടിയുടെ ആരാധികയായി. പിന്നെ ഇവിടെ ഒരു ഇതെന്താ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. ഇവിടെ അഗെയിൻ ഒരു മണി പ്ലാന്റ് ഉണ്ട്. ഇവിടെ മറ്റേ ഇസഡ് ഇതിൻ്റെ പേര് ഇതാണോന്ന് എനിക്കറിയത്തില്ല. ഇസഡ് അങ്ങനെ തോന്നണം. പിന്നെ അലോവേര പ്ലാന്റ് ഉണ്ട്. ഇത് ഞാൻ ഇന്നലത്തെ ഷോപ്പിങ്ങിൽ പോയപ്പോൾ മേടിച്ചത് ഈ പാണ്ടേനെ. ഇവിടെ എൻ്റെ ബോഗൻവില്ല ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബോഗൻവില്ല ഞാൻ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ നിറയെ പൂവുണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു, അയാൾ എന്നോട് പറഞ്ഞു ഇതകത്ത് വെക്കാൻ പറ്റില്ല, ഇത് വാടിപ്പോകുമെന്നൊക്കെ. അപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പൂ ഫുള്ള് ഇളകിപ്പോയി. പക്ഷേ എന്നിട്ട് ഞാനത് കളഞ്ഞില്ല. ഇതിൻ്റെ ലീഫെല്ലാം പോയത് ഇതിൻ്റെ അടിയിൽ നോക്കി കണ്ട പൂവും ലീഫും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഫുള്ള് ഈ മറ്റേ കമ്പ് മാത്രമായി, ഇലയെല്ലാം പോയിട്ട്. അപ്പം വിചാരിച്ചു എടുത്ത് കളഞ്ഞിട്ട് ഇതിനകത്ത് വേറെ ചെടി വെക്കാമെന്ന്. പക്ഷെ എൻ്റെ മുടി പക്ഷെ ഞാനത് അവിടെ തന്നെ വെച്ച്. ഞാൻ വിചാരിച്ചു ഞാൻ അത് കിടച്ചാലോ ഒന്ന് നോക്കുക. ഇപ്പം കണ്ടോ, അതിനകത്ത് ഫുള്ള് പുതിയ ലീഫ് വന്നു. ഇത് ഇത്രയും വളർന്നു. ഇതൊക്കെ പുതിയ വന്നത്, ഇതൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ കണ്ടോ പുതിയതാണ്. പിന്നെ ഈ ചെടി എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ 5 തിറക്കേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങ് മേടിച്ച്. പിന്നെ എഗെയിൻ എൻ്റെ പീസ് ലില്ലി എൻ്റെ പീസ് ലില്ലി. പിന്നെ ഇവിടെ ഒരു മണി പ്ലാന്റ് ഉണ്ട്. ദിസ് ഈസ് പാർക്ക്. ഈ റൂമിൽ നോക്കിയാൽ പാർക്ക് ചെയ്യുമോ? പിന്നെ ഈ പാർക്കിൽ എപ്പോഴും ഈ പിള്ളേർക്കൊന്നും വീട്ടിൽ പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എപ്പോഴും നോക്കിയാലും പിള്ളേർ കളിയാണ്. ഇന്നലെ രാത്രി ഒരു മണിയോ 2 മണിയാണോ 12 മണിയാണെന്ന് തോന്നി. ഞാൻ നല്ല നേരത്തെ ഉറങ്ങിയായിരുന്നല്ലോ. 12 മണിയായപ്പോഴും
ഇവിടെ ഫുള്ള് ബഹളമായിരുന്നു. ഈ പിള്ളേർ ഒന്നും കയറി പോകത്തില്ലെന്ന് ഇവിടെ ഫുള്ള് ആക്കണ്ട. ഫുള്ള് എപ്പോൾ നോക്കിയാലും ഈ പിള്ളേർ ഇവിടെയൊക്കെ തന്നെ കാണും, കളിയും ബഹളവും. ഇത് ഭയങ്കര സൗണ്ട് അകത്ത് കേൾക്കും. പിന്നെ രസം ഞാനിപ്പോൾ യൂസ്ഡായി കുറേ ആകുമ്പോൾ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫുള്ള് സൗണ്ട് കേൾക്കുമ്പോൾ വെട്ടമൊക്കെ. ഇപ്പം ഞാൻ ആദ്യം ഡാർക്ക് കട്ടനൊക്കെ ആയിരുന്നു ഇട്ടിരുന്നു. ഇപ്പം അതെല്ലാം മാറ്റി വൈറ്റ് ആക്കി. ഇപ്പം വെട്ടവും സൗണ്ടും ഒക്കെ സെറ്റായി. ഇപ്പം ഇതൊന്നും ഇല്ലെങ്കിലാണ് പ്രശ്നം. എനിക്ക് വേറെ പ്ലാൻസ് ഉണ്ട്. ഇത് ശരിക്കും ഒരു റൂം ടൂറായോ ദൈവമേ. അല്ല, റൂം ടൂർ ഞാൻ വേറെ എടുക്കാം. ഇവിടെ എൻ്റെ കുറേ ബുക്സ് ഉണ്ട്. എല്ലാവരും ചോദിക്കും ഞാൻ ബുക്കൊക്കെ വായിക്കുമെന്ന്. പക്ഷെ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തോന്നില്ലാന്നേ ഉള്ളൂ. ഞാൻ ബുക്കൊക്കെ വായിക്കും. ഇതെൻ്റെ പെർഫ്യൂം കളക്ഷൻ. ഇതെൻ്റെ വെള്ളം ഒഴിക്കുന്ന സാധനം. ഇതെൻ്റെ ചെടി. ഈ ചെടി ശരിക്കും ഞാൻ കളഞ്ഞതാണ്. ഞാൻ കളഞ്ഞ സ്ഥലത്തുനിന്ന് പോയി രണ്ടാമത് എടുത്തുകൊണ്ട് വന്നതാണ്. കളഞ്ഞിട്ട് ആരും ഈ ചെടി എടുത്തുകൊണ്ട് പോയില്ല. ഇത് ഫുള്ള് കരിഞ്ഞു പോയായിരുന്നു. കരിഞ്ഞു പോയപ്പം ഇത് കണ്ടോ, ഫുള്ള് കരിഞ്ഞായിരുന്നു. അവിടെ നമ്മൾ കരിഞ്ഞ ചെടി, കരിഞ്ഞല്ല ഇപ്പോഴും ഉണ്ട്. കരിഞ്ഞപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോയി കളഞ്ഞ്. പിന്നെ എനിക്ക് ഈ ചെടിയോടൊരു ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൊണ്ടുപോയി കളഞ്ഞ്. എന്നിട്ട് 2-3 ദിവസമായിട്ട് അത് ആരും എടുത്തുകൊണ്ട് വന്നില്ല. അവിടെ തന്നെ ഇരുന്നപ്പോൾ ഞാൻ തിരിച്ചു പോയി എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഇത് ഞാൻ മുനിസിപ്പാലിറ്റി നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് നല്ല ചെടിയാണ്. ഇത് രാത്രി ആകുമ്പോൾ അങ്ങ് മടങ്ങും ഇതിൻ്റെ ഇലയെല്ലാം. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് വീണ്ടും വിടരും. അങ്ങനെയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പേരെനിക്കറിയാം, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇനി ഇന്നലെ മാക്സിൽ നിന്ന് മേടിച്ച ചെരുപ്പാണ്. പല്ല് തെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാം. ഇത് ശരിക്കും റൂം ടൂർ ആകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാണ് എൻ്റെ കിച്ചൺ. എന്നോട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, എങ്ങനെ കിച്ചൺ ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുന്നു? ഡെയിലി വൃത്തിയാക്കണം. ഡെയിലി വൃത്തിയാക്കിയത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കും. അതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. കണ്ടോ, ഇത് ഞാനിപ്പം കുറച്ച് മുന്നേ ഞാൻ എണീറ്റപ്പം തന്നെ വന്നിട്ട് ഫിഷ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഫ്രീസറിനകത്തിരുന്ന ഫിഷാണ്. അപ്പം ഞാൻ എടുത്ത് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പം വൃത്തിയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം. ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വൃത്തിയായിട്ട് ഇതിൽ ഞാനൊരു കറി ഉണ്ടാക്കിയത്. അപ്പം എനിക്ക് ഫ്രിഡ്ജ് വെക്കാൻ മടിച്ചിട്ട് ഞാൻ അത് ഈ പാത്രത്തോടെ ഇവിടെ തന്നെ വെച്ചു. പിന്നെ ഇതൊരു എയർ ഫ്രയർ ഉണ്ട്. ഇത് കുടിക്കുന്ന വെള്ളമാണ്. ഇത് ഫ്രിഡ്ജ്. ഇവിടെ എനിക്ക് കുറച്ച് സാധനങ്ങളുണ്ട്. ഇവിടെ കോക്രോച്ച് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കോക്രോച്ച് ഉണ്ടാകുമ്പോൾ അതിന് ഉപയോഗിക്കാൻ വേണ്ടിയ സ്പ്രേ എടുത്ത് വെച്ചതാണ്. രാത്രി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോകുമ്പോൾ കോക്രോച്ച് വന്നാൽ ഞാൻ ഒന്ന് അടിച്ചിട്ട് പോകും. ഇതിൻ്റെ പൊട്ടറ്റോ പാത്രം. ഇതിവിടെ ഒരു ചെടിയുണ്ട്. ദോശ. ഇതിൻ്റെ കട്ടിങ് ബോർഡ്. ഇത് എൻ്റെ 3 മേടിച്ചതൊരു സ്റ്റിക്കറാണ്. ഇതിനകത്ത് ഫ്ലവർ ഇട്ട് വെച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഒന്നും ഇടുന്നില്ല. ഇപ്പോൾ വെറുതെ വെച്ചേക്കും. പിന്നെ ഇവിടെ ഗ്യാസ്. ഇവിടെ ശരിക്കും ഇത് ഹോം ടൂറായി. ഇത് നിങ്ങളപ്പോൾ ഹോം ടൂറായിട്ട് വിചാരിച്ചോളൂ. ഹോം ടൂർ വീഡിയോ ആയിട്ട്. ഇതിട്ട് ഇരിക്കുന്ന സാധനം ഇത് ഞാൻ എവിടെ നിന്നാണ് മേടിച്ചത്? നെസ്റ്റോയിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ പിന്നിലൊരു സ്റ്റോറിയൊക്കെ ഉണ്ട്, ഞാൻ പറയുന്നില്ല. ഇത് ഹോം ബോക്സിൽ നിന്ന് മേടിച്ച് എൻ്റെ എല്ലാ പ്രൊഡക്ട്സ് ഫ്രം ഹോം ബോക്സ്. ഈ കുപ്പി ഹോം ബോക്സിൽ നിന്നാണ്. ഇത് സെൻട്രോയിൽ നിന്നാണ്. ഈ സ്റ്റാൻഡ് ടെമ്മു എന്നാണ്. ഓവൻ ഫ്രം നെസ്റ്റോ. ഈ കേക്ക് എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ് എൻ്റെ ഒരു ഫ്രണ്ട്. ഇതെന്തായിരുന്നു? ഈ മട്ടാഞ്ചേരി സ്പൈസ്. നല്ല സൂപ്പർ കേക്കായിരുന്നു. അത് തിന്ന് തീർന്നത്. പക്ഷേ അതിനകത്ത് കുറച്ചും കൂടി ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കും. അതിങ്ങനെ ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്നുണ്ട്. ഇതാണ് എൻ്റെ ന്യൂട്രികുക്കിൻ്റെ എയർ ഫ്രൈ. ഈ എയർ ഫ്രയർ ഞാനൊരു കാര്യം പറയാം. ഇതൊരു 2 BHK ഫ്ലാറ്റാണ്. അപ്പം ഞാൻ അവിടെയുള്ള റൂം റെൻ്റ് ഔട്ട് ചെയ്തേക്കാണ്. അവിടെ ഒരു ഫിലിപ്പീനി കുട്ടിയാണ് ഉള്ളത്. ആ ഫിലിപ്പീനി കുട്ടിയുടെ ആണ് ഈ എയർ ഫ്രയർ. പുള്ളിക്കാരി ഈ ഒരു സാധനം മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. വേറെ ഒന്നും. ഗ്യാസ് വേണ്ട, വെള്ളം വേണം. വെള്ളമൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ഗ്യാസോ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതിനകത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യും. അപ്പോൾ പുള്ളിക്കാരി വെള്ളമൊന്നും ഈ കിച്ചനുമായിട്ടൊരു ബന്ധമില്ല. പാത്രം കഴുകാൻ ചിലപ്പോൾ ഒക്കെ വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. ഓക്കെ. ഇവിടെ ഉണ്ട് ചെടി. ഇവിടെ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട്.
ഇവിടെ ഒരു പീസ് ഉണ്ട്. ഇവിടേക്ക് ഞാൻ ഫ്ലേവർ ഇട്ട് വെച്ചിരുന്നതിനകത്തൊന്നും ഫ്ലേവറില്ല, ഫ്ലേവറൊക്കെ മേടിക്കണം. ഇത് ഞാൻ ഇന്നലെ വൈകുന്നേരം ആകുമ്പോൾ പുകയ്ക്കാറുണ്ട്. അത് ഇവിടെ വെള്ളം ഇത് ഞാൻ പുതിയത് ഹോം ബോക്സിൽ നിന്ന് മേടിച്ചായിരുന്നു. ഇത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാനൊരു വേറൊരു ചെടിയായിരുന്നു ഇവിടെ വെച്ചിട്ട്, ഞാൻ അതൊന്ന് വെള്ളം ലീക്കായി ഞാൻ കുറേ നാളത് ശ്രദ്ധിച്ചില്ല. അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എന്ത് വിളകിപ്പോയി. അപ്പം ഞാൻ മറ്റേ ഇതുള്ള അടപ്പുള്ള സാധനം കൊണ്ട് മേടിച്ച് വെച്ചു. അതാണ് ഇതൊന്നും ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, അത് ഫുള്ള് വൃത്തികളായിട്ട് വെച്ചേക്കുക. വേണ്ട, ഇതാണ് വാഷ്റൂം. ഇത് ഞാൻ ശരിക്കും വാഷ്റൂമിൽ എന്താ ഇങ്ങനെ സാധനങ്ങളൊന്നും വെച്ചിട്ട് പോകാറില്ല. ഇവിടെ ഇത് ഇന്നലെ രാത്രി ഞാൻ കുളിച്ചപ്പം ഇതിലവിടെ വെച്ചത്, പിന്നെ എടുത്ത് മാറ്റിയില്ല. ഇതാണ് എൻ്റെ വാഷ്റൂം. ഇപ്പം ഞാൻ പോയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മിററെല്ലാം നല്ല അഴുക്കായിട്ട് കിടന്നത്. അപ്പം ഞാൻ പോയിട്ട് മിററെല്ലാം വൃത്തിയാക്കി എല്ലാം പറഞ്ഞ് ബ്രഷ് ചെയ്യാം. ശരിക്കും ഈ വാഷ്റൂമിലൊരു സ്റ്റോറി ഉണ്ട്. എന്നെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം. ഇടയ്ക്ക് ഞങ്ങൾ കൈ ഒടിഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വാഷ്റൂമിൽ തെറ്റിയടിച്ച് വീണിട്ട് എൻ്റെ കൈ ഒടിഞ്ഞതായിരുന്നു. ശരി, ഞാൻ ബ്രഷ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകാം. ബൈ. എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ശീലമുണ്ട്. ഞാനിവിടെ ഉള്ള ദിവസമാണെങ്കിൽ ചന്ദനത്തിൻ്റെ സലാഡ് വെക്കും. എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒരു പോസിറ്റിവിറ്റി അല്ലേ. കുറച്ച് ചന്ദനത്തിൽ വെച്ചിട്ടുള്ള വെക്കാം. ഞാൻ ഇവിടെ ഈ ഷൂറാക്കിൻ്റെ മുകളിൽ ഇവിടെ ഞാൻ കുറച്ച് സാധനം വെച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ കത്തിച്ച് വെക്കാറ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കത്തിക്കുമ്പോൾ ഇവിടെ സ്മോക്ക് അലാറമൊക്കെ അടിക്കാറുണ്ട്. സെക്യൂരിറ്റി വരും. പിന്നെ പുള്ളിനെ പറഞ്ഞ് മനസ്സിലാക്കണം ഞാനിവിടെ കുറച്ച് പുകച്ചതാണൊക്കെ. ഇവിടെ ഇരിക്കട്ടെ തൽക്കാലം. ഞാനിപ്പോഴാണ് സമയം എന്തായിരുന്നു നോക്കിയത്. സമയം 11:30 ഞാൻ വിചാരിച്ച കണക്കല്ലായിരുന്നു. സമയം ഒരുപാട് പോയി. അപ്പം ഇനി എനിക്ക് ചായ ഒന്നും വേണ്ട. ഇനി ഞാൻ നേരെ കുക്ക് ചെയ്യാൻ പോവാം. ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സവാളയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഫസ്റ്റ് പോയിട്ട് സവാള കട്ട് ചെയ്യാം. ചായ ഇടണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷെ ഞാൻ ചായ ഇടാൻ വെച്ചിട്ടുണ്ട്. ചായ ഇടാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ചായ ഇട്ട് ഉള്ളി എല്ലാം അരിഞ്ഞ് വെച്ചു. അരി എടുത്ത് വെള്ളത്തിലിട്ട് ചായ പോയി കുടിക്കാം. ചായ കുടിച്ചിട്ട് ഞാൻ എന്താ ഇവിടെ കിടന്നു. ഇതാണ് ഒരു ലേസി ഡേ ആണ് സൺഡേ എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോയി ബിരിയാണി ഉണ്ടാക്കാം. ചായ കുടിച്ചതുകൊണ്ട് ക്ഷീണമായത് അതല്ല, എനിക്കിന്ന് എന്തോ ഒരു എനർജി ഇല്ല. അതാണ്. എന്താണ് കുറച്ചേരം കിടക്കുക. ഒരു 1 മണിയാകുമ്പോഴത്തേക്ക് 1:30 കഴിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് പോയിട്ടുണ്ടാക്കുക. അങ്ങനെ റെസ്റ്റിന് ശേഷം ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനൊരു സിമ്പിൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. കറക്റ്റായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇത്രയാണ് വേണ്ടത്. ഫസ്റ്റ് ഞാൻ റൈസ് സെറ്റാക്കും. റൈസ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുക്കറിനകത്ത് നല്ല നെയ്യ് ഇട്ടിട്ട് അതിനകത്ത് കറുകപ്പെട്ട അങ്ങനത്തെ സാധനങ്ങളും ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ല വഴറ്റും. അതിനുശേഷം വെള്ളം ഒഴിക്കും. ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അത് വെള്ളം നല്ല തിളച്ചയുമ്പോഴത്തേക്ക് ഉപ്പിട്ട് അരി നല്ല തിളച്ചയുമ്പോഴത്തേക്ക് കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ കേൾപ്പിക്കത്തില്ല. അതിന് മുന്നേ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ താഴെ ഇറക്കിയിട്ട് കുറേ നേരം അങ്ങനെ വെച്ചേക്കും. അപ്പോൾ റൈസ് നല്ല സെറ്റാകും. പിന്നെ ഫിഷ് മസാല ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി,
ഇത്തിരി ഗരം മസാല ഇട്ട് ഇത്രേ ചെയ്തിട്ടുള്ളൂ. ദെൻ അത് നല്ല ഫ്രൈ ചെയ്തെടുക്കും. നല്ല ഫ്രൈ ചെയ്യേണ്ട, മീഡിയം ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് വഴറ്റിയെടുക്കും. ഇതിനകത്തും സെയിം മസാല തന്നെ ഇടുന്നത്. മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് തൈര് ഒഴിക്കും. ലാസ്റ്റ് നല്ല പേസ്റ്റായി വരുമ്പോൾ തക്കാളി ഇടും. അങ്ങനെ ആ ഗ്രേവി നല്ല, അതായത് ഈ മസാല നല്ല സെറ്റാക്കി എടുത്താലാണ് ബിരിയാണി നല്ല സെറ്റായിട്ട് കിട്ടുന്നത്, നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത്. എൻ്റെ മസാല ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട്. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. അതിനുശേഷം ഞാൻ ദം ചെയ്തെടുത്തു. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഞാൻ കുറച്ച് നെയ്യിട്ടിട്ട് അതിൻ്റെ പുറത്ത് റൈസ്, പിന്നെ ഫിഷ്, പിന്നെ വീണ്ടും അതേ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇത് ഭയങ്കര സിമ്പിൾ, ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ പ്രാവശ്യം ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് ഇമ്പ്രൂവ് ആയി വരിക. എനിക്ക് ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി വരുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റായിരുന്നു, നല്ല ഫ്രഷ് ഫിഷും ആയിരുന്നു. അങ്ങനെ ഫൈനലി ബിരിയാണി താണ്ടേ റെഡി. അങ്ങനെ ഞാൻ ടി വിയൊക്കെ കണ്ട് ബിരിയാണി ഫുൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഫിഷ് ബിരിയാണി. എന്നിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യുവാണ്. ഈ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്നുറങ്ങും, സിനിമ കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് കിടന്ന് ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞ് വൈകിട്ട് എണീറ്റിട്ട് ചായ ഇട്ട് കുടിക്കാം, കുളിച്ച് ഫ്രഷ് ആവണം. പിന്നൊന്നുമില്ല. പിന്നെ നാളെ വീണ്ടും ഓഫീസിൽ പോകണം. അതൊക്കെ തന്നെ, അത്രയൊക്കെ ഉള്ളു. പക്ഷെ നല്ല സമാധാനമുള്ള ലൈഫാണ് ഇപ്പം പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കാണെന്നാലും എല്ലാം നല്ലതായിട്ടാണ് പോകുന്നത്. ബൈ. അത് ഞാൻ പറഞ്ഞായിരുന്നു, ആ മാറ്റ് ഞാനിപ്പം പുതിയതായിട്ട് മേടിച്ചതാണ്. ഞാൻ ആ ബിരിയാണി കഴിച്ചിട്ട് കിടന്നുറങ്ങിയത് പിന്നെ എണീക്കുന്ന ഒരു 6:30 എന്തോ കഴിഞ്ഞപ്പോഴാണ്. കാരണം നോമ്പ് തുറക്കുന്ന സമയമായപ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ എണീറ്റത്. കാരണം ആ പാർക്കിൽ അവിടെ കണ്ടു എല്ലാവരും ഇരുന്ന് നോമ്പ് തുറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പത്തിൻ്റെ ബാറ്ററി എടുത്ത് പുറത്ത് വെച്ചതാ, രാത്രി അപ്പം ഉണ്ടാക്കാം. പിന്നെതാ അതിനുശേഷം സന്ധ്യ സമയമായതുകൊണ്ട് ഇനി ഒന്നും കൂടെ ഒരു റൗണ്ട് ഓഫ് ചന്ദനത്തിരി പുകയ്ക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീക്കെൻഡ് വീട്ടിലുള്ള ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ യൂഷ്വലി ഈ വീട്ടിൽ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ വീട്ടിൽ ഫ്ലാറ്റിൽ താമസിക്കാൻ തുടങ്ങിയ ശേഷം ഇപ്പോൾ വീക്കെൻഡ്സ് ഒന്നും അങ്ങനെ പുറത്ത് പോകാറില്ല. എപ്പോഴും റൂമിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നത്. കാരണം റൂം ഇങ്ങനെ ഒതുക്ക് അടുക്കി പറക്കൽ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതൊക്കെയാണ് ഇപ്പം ഹാപ്പിനെസ്. അങ്ങനെ ഞാൻ പിന്നെ ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ച് അതിന് ശേഷം വന്ന് ചായ ഇട്ട്. മുന്നേ അവിടെ ബെഡ് സ്പേസിൽ താമസിക്കുമ്പോൾ കുറേ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളതുകൊണ്ട് ഓരോ വീക്കും പ്ലാൻ ചെയ്യുന്നു, എന്ത് ചെയ്യും. ഇപ്പം വീട്ടിൽ എന്ത് ഉണ്ടാക്കും, വീട് എന്ത് സെറ്റാക്കും, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാനിങ്സ്. ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ലൈഫ്. അങ്ങനെ ഞാൻ 9:30 കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചായ കുടിച്ച് കഴിഞ്ഞ് റെസ്റ്റിൽ നിന്ന് എണീറ്റത്. ഇപ്പോൾ ഇവിടെ 9:30 ആയി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി കുളിച്ചിട്ട് ഡിന്നർ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പത്തിൻ്റെ മാവ് ഞാൻ എടുത്ത് പുറത്ത് വെച്ചായിരുന്നല്ലോ, അപ്പം ഉണ്ടാക്കാം. മട്ടൻ കറി ഇരിപ്പുണ്ട്, അത് ചൂടാക്കി കഴിക്കാം. നാളത്തേക്ക് ബിരിയാണി ഉണ്ട്, അത് പാക്ക് ചെയ്ത് വെക്കണം ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. ഞാൻ കുളിച്ച് സെറ്റായിട്ട് ഓക്കെ കാണിക്കാം. ഇന്നത്തെ എൻ്റെ എല്ലാ ദിവസവും ഫുൾ ഡിസോർഡറായിരുന്നു. യൂഷ്വലി ഞാൻ ഇതൊക്കെ രാവിലെ കുളിച്ചൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ദിവസം എല്ലാം ഡിസോർഡറായിരുന്നു. പക്ഷേ ഈ ദിവസം നല്ലതായിരുന്നു. അങ്ങനെ ഇത് ഞാൻ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്നെ കാണുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം അവിടെ നിന്ന് ചെയ്യുന്നത്. പക്ഷേ എന്നെ കാണുന്നില്ല എന്ന് ഞാൻ അതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെ പിന്നെ മുടിയൊക്കെ ഒന്ന് ഉണക്കി അതിന് ശേഷം ഒന്ന് സെറ്റായി. ദെൻ അപ്പത്തിൻ്റെ മാവെടുത്ത് പുറത്ത് വെച്ചായിരുന്നു, അതെല്ലാം ഒന്ന് പൊട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ചു. ദെൻ അപ്പവും ഞാൻ ഇന്നലെ രാത്രി മട്ടൻ കറി ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ മട്ടൻ കറി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കി അപ്പം ഉണ്ടാക്കാം. അതാണ് ഇന്നത്തെ ഡിന്നർ പ്ലാൻ. സൺഡേ ആയതുകൊണ്ടൊക്കെയാണ് ഇത്ര ഹെവി കാര്യങ്ങളും ഈ എല്ലാ കുക്കിങ്ങും ഒക്കെ ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു, ലഞ്ച് പ്രോപ്പറായിട്ട്, ഡിന്നർ. ഓഫീസിൽ പോകുന്ന ദിവസം ഇതൊന്നും അങ്ങനെ പ്രോപ്പർലി ഉണ്ടാവാറില്ല. ഈവനിങ് വരുന്ന സമയത്ത് മടിയാണെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഞാൻ ഇപ്പോൾ കുക്ക് ചെയ്ത് തന്നെ കഴിക്കുന്നത്. കാരണം പുറത്തെ ഫുഡ് എനിക്കിപ്പോൾ അത്ര താല്പര്യം ഇല്ലാണ്ടായിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്ത് കഴിച്ച് ശീലമായപ്പോഴത്തേക്ക് പുറത്തെ ഫുഡിനോട് താല്പര്യമില്ല. അങ്ങനെ ഞാൻ ആ മട്ടൺ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അത് നല്ല ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ ഓവനിൽ വെച്ച് ചൂടാക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ്. പിന്നെ വിചാരിച്ച് വേണ്ട, ജസ്റ്റ് ഒന്ന് അത് നല്ല തിക്കായിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഗ്രേവി, അപ്പം ആയതുകൊണ്ട് ഗ്രേവി ആയിട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനതൊന്ന് ഗ്രേവി ആക്കി നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. ദെൻ കൊണ്ടുപോകാനുള്ള ഫുഡ് പാക്ക് ചെയ്ത് വെച്ചു. ഇപ്പോൾ കഴിക്കാനുള്ള ഡിന്നർ എടുത്തു, ബാക്കി എല്ലാം എടുത്ത് ഫ്രിഡ്ജ് വെച്ചു. അങ്ങനെ മട്ടൻ കറി എടുത്തു. ദെൻ ഞാൻ പോയിട്ട് അത് കഴിച്ചു. പിന്നെ കിച്ചൺ ഞാൻ പിന്നെ കുക്ക് ചെയ്ത് ഞാൻ അന്നേരം ക്ലീൻ ചെയ്യും. ഒന്നും അങ്ങനെ പെൻഡിങ് വെച്ചിട്ട് പോകത്തില്ല. കുക്കിംഗ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തിട്ട് കഴിക്കാൻ പോകത്തുള്ളൂ. കാരണം കഴിച്ച് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ മടിയാവും. എല്ലാം ക്ലീൻ ചെയ്ത് ഒതുക്കിയിട്ട് പോയി കഴിക്കത്തുള്ളൂ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ ഇന്നത്തെ
ഇന്നത്തെ ഫുൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് ക്ലീൻ ചെയ്ത് കിച്ചണെല്ലാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം എടുത്ത് വെച്ചു നാളത്തേക്ക്. ഇത് കുറച്ച് മുന്തിരിങ്ങ ഉണ്ട്, അത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. എല്ലാം ക്ലീനാക്കി സെറ്റാക്കി ബ്രഷെല്ലാം ചെയ്ത് പോയി കിടക്കേണ്ടി ഇന്നലെ കഴിച്ചു എല്ലാം ചെയ്ത് ബ്രഷ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങാൻ പോവാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തല്ലാക്കാൻ പോണത് മനുഷ്യന്മാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ട്